ആപ്കെ അദാലത്തിൽ സഞ്ജയ് ദത്തിന്റെ പേരിലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ കുടുംബത്തിൽ നിന്ന് വളരെ ദൂരം പോയി എന്നുള്ളതാണ്. സഞ്ജയ്, എൻ്റെ അടുത്ത് താങ്കളുടെ അമ്മ നർഗീസിന്റെ ഒരു ലെറ്റർ ഉണ്ട്. അമ്മ US ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നതിന് മുൻപ് സിസ്റ്റർ നമ്രതയ്ക്ക് എഴുതിയ ലെറ്ററാണത്. അതിൽ എഴുതിയിരിക്കുന്നു, പ്ലീസ് ലുക്ക് ആഫ്റ്റർ സഞ്ജു. വീണ്ടും അവനൊരു സില്ലി ബോയ് ആയിട്ട് മാറാനുള്ള സാധ്യത വരരുത്. അവന്റെ പല ചിന്താഗതികളും തെറ്റാണ്. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. സ്വന്തം മകനെക്കുറിച്ച് അമ്മ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞ ഓരോ അമ്മമാരും മകനെക്കുറിച്ചൊക്കെ എങ്ങനെയായിരിക്കും പറയുന്നത്. അതായത് ഹീസ് സ്റ്റുപ്പിഡ്, ഹീസ് സില്ലി. പാവൻ അവനൊന്നും തന്നെ അറിയത്തില്ല. പക്ഷേ ഗ്രോയിങ് പ്രോസസ്സിൽ അത് പിന്നെ ബിക്കോസ് ഞാൻ നർഗീസ് മാഡത്തിന്റെ മോനായതുകൊണ്ട് ഈ പബ്ലിക് അപ്പിയറൻസിൽ ഞാനുണ്ട്. ഇപ്പോഴും സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ താങ്കളുടെ വിവാഹത്തിന് താങ്കൾ 2 സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടേയില്ല. അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ 2 സിസ്റ്റേഴ്സിനെയും വിളിച്ചതാ. പക്ഷെ അവരാ എൻ്റെ കല്യാണത്തിന് വരാത്തത്. ഞാൻ അവരെ 2 പേരെയും വിളിച്ചതാണ്. താങ്കൾ 1 വർഷം കഴിഞ്ഞ് താങ്കളുടെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്തും 2 സിസ്റ്റേഴ്സും വന്നിട്ടില്ല. അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ വിളിച്ചതാണ് ഒരു ബ്രദറായിട്ട്. ഒരു മൂത്ത ചേട്ടൻ ചെയ്യേണ്ട കടമ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിച്ചതാ, അവർ വരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ വന്നില്ല. താങ്കളുടെ സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രിയ ആണെങ്കിലും നമ്രതയാണെങ്കിലും വളരെ മനോഹരമായ റിലേഷൻഷിപ്പാണ്. താങ്കൾ ജയിലിലുള്ള സമയത്ത് പ്രിയ ദത്ത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ലോയേഴ്സിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ജയിലിൽ വന്ന് താങ്കളെ കാണാറുണ്ടായിരുന്നു. ഇതുപോലെ പല കാര്യങ്ങളും അവർ ചെയ്തു, അതായത് താങ്കൾ ജയിലിൽ നിന്ന് വരാൻ വേണ്ടി. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു അകൽച്ച നേരിട്ടത്? രജത് സാർ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ. ഒരു ബ്രദർ സിസ്റ്റർ, സിസ്റ്റർ ബ്രദറിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. അതെൻ്റെ സിസ്റ്ററിന് വേണ്ടി ആസ് എ ബ്രദറായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതെൻ്റെ ഒരു കടമ. അത് ഞാൻ പബ്ലിസിറ്റി ചെയ്യത്തില്ല. അതായത് ഞാൻ എല്ലാവരെയും വിളിച്ച് ഞാൻ സിസ്റ്ററിന് വേണ്ടി ഇത് ചെയ്യുക, അത് ചെയ്യുക, ഞാൻ പറയത്തില്ല അതൊന്നും. ഞാൻ ആ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുവാണ് എപ്പോഴും. അതായത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനത്തെ സംഭവം സംഭവിക്കാനേ പാടില്ലെന്ന്. അവിടെ ഞാൻ പോകുന്നത് പോലെ അവർക്ക് വേണ്ടി എപ്പോഴും ഞാനത് ചെയ്തിരിക്കും. പക്ഷേ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ ബന്ധത്തിൽ അകൽച്ച ഏർപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ കല്യാണത്തിന് സിസ്റ്റേഴ്സ് വന്നിട്ടില്ല, ആനിവേഴ്സറിക്കും സിസ്റ്റേഴ്സ് വന്നിട്ടില്ല. ആദ്യമായിട്ട് പറയണമെങ്കിൽ എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി, അവർക്ക് ഞാൻ മര്യാദ കൊടുത്തിരിക്കണം. പക്ഷെ എങ്കിലും ദേ ആർ ഇൻഡിവിജ്വൽസ്. അവർ വന്നില്ലെങ്കിൽ എല്ലാ ഫാമിലിയിലും ഇതുപോലത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രിയ എല്ലാവരെക്കാളും ചെറിയൊരു കൊച്ചാണ്. അപ്പോൾ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്ന ആസ് എ എൽഡർ ബ്രദറായിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കും. അവൾ എൻ്റെ അനിയത്തിയാണ്. പ്രിയയ്ക്കും കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് താങ്കൾക്ക് തോന്നിയില്ലേ? എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടി. ഞാനെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവരാണ് എന്നെ നന്നായിട്ട് കെട്ടിപ്പിടിക്കേണ്ടത്. അതാ എനിക്ക് ആവശ്യം നിർത്തുന്നത്. പക്ഷേ ഇങ്ങനൊരു തെറ്റ് താങ്കൾ ചെയ്തില്ലേ? താങ്കൾ മീഡിയയോട് വന്ന് പറഞ്ഞു, അതായത് ദത്ത് 2 പേരേ ഉള്ളൂ, സഞ്ജയ് ദത്തും മറ്റൊന്ന് മാനിത ദത്തും. അത് സത്യമല്ലേ? വേറെ ആരാ ദത്തുള്ള? ഇത് യഥാർത്ഥത്തിൽ പണ്ടുകാലത്തൊരു ശീലമായിരുന്നു. അതായത് ഭാര്യ ഭർത്താവിന്റെ പേരിനൊപ്പം ചേർക്കണമെന്ന്, അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുപേരും ചേർക്കണമെന്ന്. ഇല്ലല്ല രജിത് സാർ, അത് പിന്നെ മിസ് ഇന്റർപ്രറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു പെങ്കൊച്ച് അച്ഛൻ്റെ പേര് വെക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വെച്ചോട്ടെ, എന്തുകൊണ്ടാണ് വെക്കാൻ പാടില്ലാത്ത? പക്ഷേ ശീലമെന്ന് പറയുന്നത് വേറെ ഒരു കാര്യമാണല്ലോ. ഐ മീൻ ഇന്ദിരാഗാന്ധി മേഡം ഉണ്ടല്ലോ, അപ്പോൾ അവർ അച്ഛൻ്റെ പേര് വെച്ചിട്ടുണ്ട്, ഗാന്ധിയുടെ പേര്. നെഹ്റു എന്ന് വെച്ചിരിക്കാവല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ താങ്കൾക്കിതിൽ താല്പര്യമില്ലേ പ്രിയ ദത്ത് സാറിന്റെ പേര് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ചെയ്തോട്ടെ. ലെഗസി യൂസ് ചെയ്യുന്നതിൽ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ വൈഫിനും സെയിം ടൈപ്പ് ഓഫ് റെസ്പെക്ട് വേണം. അതെൻ്റെ വൈഫാണ്, അവർക്ക് ഞാൻ അത്രയും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. സെയിം റെസ്പെക്ട് എല്ലാവരും കൊടുത്തിരിക്കണം. അതുപോലെ മറ്റൊരു കോൺട്രവേഴ്സി ഇപ്പോഴുണ്ട്. അതായത് താങ്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വ്യക്തി മാന്യത മാത്രമാണെന്ന്. അതുപോലെ മറ്റൊരു കാര്യം കൂടി കേട്ടു, ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് സഞ്ജയുടേതാണെങ്കിലും അത് നിയന്ത്രിക്കുന്നത് മാന്യതയാണെന്ന്. ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറയുന്നത് സത്യമാണ്. കാരണം ഓരോ ഹസ്ബൻഡിന്റെയും അവസ്ഥ അതാണല്ലോ. പക്ഷേ എന്നെ കൺട്രോൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ രജിത് സാർ. എന്നെ ഇതുവരെ ആരും കൺട്രോൾ ചെയ്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എങ്ങനെയാ അവർ കൺട്രോൾ ചെയ്യുന്നത്?
സഞ്ജയ്, ഈ തീരുമാനത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. കാരണം താങ്കൾ ഇലക്ഷനിൽ നിൽക്കുന്ന തീരുമാനം താങ്കളുടെ ഭാര്യയാണ് എടുത്തതെന്നുള്ള കാര്യം അത് സത്യമാണോ? മാന്യതയുടെ തീരുമാനങ്ങളൊക്കെ വെറും കിച്ചണിൽ മാത്രമാണ്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കണോ അതോ ചിക്കൻ കറി ഉണ്ടാക്കണോന്ന്. പക്ഷേ രജത് സർ, ഇത് എന്റെ തീരുമാനമാണ്. അതുപോലെ അമർ സിംഗിന്റെ തീരുമാനം ഉണ്ടായിരുന്നു ഇതിൽ. നിങ്ങളുടെ ഫാമിലി മുഴുവനും എത്രമാത്രം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. എന്നാലും ദുഃഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇടയിലും ഒരു യോജിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. അതായത് എന്റെ അച്ഛൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഇലക്ഷൻ ജയിച്ച സമയത്ത് അദ്ദേഹത്തിനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം പബ്ലിക് സപ്പോർട്ട് അത്രത്തോളം ഉണ്ടായിരുന്നു. അത് വളരെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുവാണ്. ഞാൻ വളരെ ഹാപ്പിയാണതിൽ, സത്യമായിട്ട്. അതായത് താങ്കൾ ധാരാളം വിവാഹം കഴിച്ചെങ്കിലും ഇപ്പോഴാണ് സന്തോഷിക്കുന്നതെന്ന്. സാർ, നിങ്ങൾ വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ സിനിമയിൽ ഹീറോയാണ്. ഇന്ന് നിങ്ങൾ സിനിമാ കരിയറിലാണുള്ളത്. നിങ്ങളെ കൊണ്ട് പൊളിറ്റിക്കൽ കരിയറും സിനിമാ കരിയറും രണ്ടും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നാബായ് MBBS ആയി നിങ്ങൾക്ക് തുടരാൻ പറ്റുമോ? നിങ്ങൾ ആ സിനിമയിൽ അങ്ങനെ ആയിരുന്നല്ലോ. അതായത് ആക്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ലവ് ആക്ടിംഗ് ആണ്. ആക്ടിങ്ങിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ആക്ടറായിരുന്ന് നിങ്ങൾ സിനിമ കാണാണ്ടിരിക്കുവാണെങ്കിൽ, നിങ്ങളൊക്കെ സിനിമ കാണാണ്ടിരുന്ന ഞാനിന്ന് സഞ്ജയ് ദത്ത് ആയിരിക്കില്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവർക്കും ഇവിടെ ഞാൻ കൈകൂപ്പിയും നന്ദി പറയുവാണ്. സത്യം പറയുന്നത്, നിങ്ങളെല്ലാം അത്രത്തോളം എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ജനങ്ങളെ സേവയും പിന്നെ ആക്ടിങ്ങും. ആൻഡ് ഞാൻ നേരത്തെ രജിത് സാറിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ 50 വയസ്സ്. എന്നെക്കൊണ്ട് ഇനി ഒരുപാട് പണിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. സിനിമ കുറച്ചിട്ട് ബാലൻസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരിക്കും.